നമസ്തേ. ഇന്ന് അന്ത്യാനുപ്രാസ അലങ്കാരത്തെ കുറിച്ചിട്ടാണ് ക്ലാസ്. അസ്യ അനുപ്രാസസ്യ പ്രയോഗഃ ചരണസ്യാന്തേ പാദാന്തേ വാ ഭവതി. ഈ അന്ത്യാനുപ്രാസത്തിൻ്റെ പ്രയോഗം ചരണത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ പാദത്തിൻ്റെ അവസാനത്തിലോ, അന്തേ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ എന്നാണ്, അങ്ങനെ പാദത്തിൻ്റെ അവസാനത്തിലോ ആണ് ഉണ്ടാവുക. സ്ഫുടാനുപ്രാസഃ ഏവ അന്ത്യാനുപ്രാസഃ ഇതി നാംന ജ്ഞായതേ. ഈ അന്ത്യാനുപ്രാസത്തിൻ്റെ മറ്റൊരു പേരാണ് സ്ഫുടാനുപ്രാസഃ. ഓക്കെ, അപ്പോൾ സാമാന്യമായിട്ട് എന്താണ് അന്ത്യാനുപ്രാസം എന്നുള്ളതാണ് ഇവിടെ വിശദീകരിച്ചത്. കുറച്ചുകൂടി നിയമങ്ങളുണ്ട്, അത് പോകുന്ന സമയത്ത് നമുക്ക് വ്യക്തമാകും. അപ്പം ചരണത്തിൻ്റെ അവസാനത്തിലും പാദത്തിൻ്റെ അവസാനത്തിലുമാണ് ഉണ്ടാവുക. ഇനി ലക്ഷണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്ലോകസ്യാർദ്ധേ തദർദ്ധേവ വർണ്ണാവൃത്തിർ യദി ധ്രുവ തദാ മതാ മതിമതാം സ്ഫുടാനുപ്രാസതാ സതാം. ഇതിൻ്റെ മീനിങ്സ് താഴെ എഴുതിയിട്ടുണ്ട്, നോക്കാം നമുക്ക്. ശ്ലോകസ്യ പൂർവാർദ്ധേ, ശ്ലോകസ്യ ഉത്തരാർദ്ധേ അഥവാ ശ്ലോകാർദ്ധസ്യ അർദ്ധഭാഗേ, അർത്ഥാത് പ്രത്യേകസ്മിൻ പാദേ യദി നിശ്ചയേന വർണ്ണാനാം ആവൃത്തിഃ സ്യാദ് തർഹി ഏവ അന്ത്യാനുപ്രാസഃ ഭവതി. ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധത്തിലോ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈനിലോ, ശ്ലോകസ്യ ഉത്തരാർദ്ധേവ എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിലോ അടുത്ത പംക്തിയിലോ, അഥവാ ശ്ലോകാർദ്ധസ്യ അർദ്ധഭാഗേ അല്ലെങ്കിൽ അർദ്ധശ്ലോകത്തിൻ്റെ അർദ്ധഭാഗത്തിലോ, കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ പ്രത്യേകസ്മിൻ പാദേ, ഓരോരോ പാദത്തിലും, യദി നിശ്ചയേന വർണ്ണാനാം ആവൃത്തിഃ സ്യാദ്, പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള പാദത്തിൽ നിശ്ചയേന വർണ്ണാനാം ആവൃത്തിഃ, ഒരു നിശ്ചയമായ ക്രമത്തിൽ വർണ്ണങ്ങളുടെ ആവൃത്തി ഉണ്ടെങ്കിൽ അത് അന്ത്യാനുപ്രാസത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എന്ന് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ എന്താണ് അന്ത്യാനുപ്രാസം എന്നത്. ഇതിപ്പോൾ പൂർവാർദ്ധം, ഉത്തരാർദ്ധം, ശ്ലോകാർദ്ധം എന്നൊന്നും ചിന്തിക്കേണ്ട. ഓരോ പാദങ്ങളിലും അതിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ അർദ്ധഭാഗത്തിലോ പ്രത്യേകമായിട്ടുള്ള വർണ്ണങ്ങളുടെ ആവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. പൂർവാർദ്ധത്തിലും ഉത്തരാർദ്ധത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ലൈനുകളിലെല്ലാം ഒരേപോലെയുള്ള ആവൃത്തി നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അത് ഈ അലങ്കാരത്തിൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഉദാഹരണമായിട്ട് ഈ അലങ്കാരത്തിൻ്റെ ലക്ഷണം തന്നെ ആദ്യം നമുക്ക് എടുക്കാം. ഒന്നാമത്തെ ലൈന് ശ്ലോകസ്യാർദ്ധേ തദർദ്ധേവ, രണ്ടാമത്തെ ലൈന് വർണ്ണാവൃത്തിർ യദി ധ്രുവ, പിന്നെ മൂന്നാമത്തെ തദാ മതാ മതിമതാം
സ്ഫുടാനുപ്രാസദ സദാം, ഇങ്ങനെ 4 ലൈനുകളിലായിട്ട് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ നോക്കൂ, ശ്ലോകസ്യാർദ്ധേ തദർദ്ധേ വ. ഇവിടെ ശ്ലോകസ്യാർദ്ധേ അല്ലേ, അതുപോലെ തദർദ്ധേ ധേ ധേ എന്ന എന്താ പറയുക, ആ ലൈനിൻ്റെ അർദ്ധഭാഗത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ ആവൃത്തി അവിടെ വരുന്നുണ്ട്. മാത്രമല്ല ശ്ലോകസ്യാർദ്ധേ തദർദ്ധേ വാ എന്നതിൽ നിൽക്കുന്നുണ്ട്. അതേ വായിൽ തന്നെ രണ്ടാമത്തെ ലൈനിൽ നോക്കൂ, വർണ്ണാവൃത്തിർ യതി ധ്രുവ അല്ലേ. ഒന്നാമത്തെ ലൈനിൽ അവസാനിക്കുന്നത് വായിലാണ്, അതേപോലെയുള്ള വായിലാണ് രണ്ടാമത്തെ ലൈനിലും അവസാനിക്കുന്നത്. അത് അവസാനം എന്നൊരു അർത്ഥത്തിൽ അന്ത്യാനുപ്രാസഹ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ലൈനിൽ നോക്കൂ, തഥാ മതാമതി മതാം സ്ഫുടാനുപ്രാസദ സതാം. മൂന്നാമത്തെ ലൈനിൽ നോക്കൂ, മതാം താം എന്ന് വന്നിട്ടുണ്ട് അല്ലേ. അതേപോലെ നാലാമത്തെ ലൈനിൽ നോക്കൂ, താം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം എന്താ പറയുക, ഒരു പദങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് സ്വരവും വ്യഞ്ജനവുമായി കൂടി ചേർന്നിട്ട് വന്നിട്ടുള്ള പദങ്ങളാണ്. അപ്പോൾ ഒരേപോലെയുള്ള സ്വരാക്ഷരങ്ങളും അതേപോലെ തന്നെ അതേ ക്രമത്തിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളും അവിടെ ആവർത്തിച്ചിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ആ മൂന്നാമത്തെ ലൈനിൻ്റെ അർദ്ധഭാഗം നോക്കൂ, മതാ. അതേപോലെ നാലാമത്തെ ലൈനിൻ്റെ അർദ്ധഭാഗം നോക്കൂ, സതാ അല്ലേ. അങ്ങനെ എന്താ പറയുക, ശ്ലോകത്തിൻ്റെ അർദ്ധഭാഗത്തോ അല്ലെങ്കിൽ അന്തിമ ഭാഗത്തോ അവസാനത്തിലോ ആവർത്തനം, വർണ്ണങ്ങളുടെ ആവർത്തനം ഉണ്ടെങ്കിൽ അത് അന്ത്യാനുപ്രാസത്തിലാണ് ഉണ്ടാവുക. ഓക്കെ. ഇനി ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ശ്രീരാമ ഏവാസ്തി മഹാദയാലുഹു ലോകേ സഹ ഏവാസ്തി മഹാകൃപാലുഹു സർവസ്യ വിശ്വസ്യ സ പാലകോസ്തി സ പാപപുഞ്ചസ്യ ച നാശകോസ്തി. അപ്പോൾ ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ പദങ്ങളാണ് ആവർത്തിച്ച് വരുന്നത്. അത് ശ്ലോകത്തിൻ്റെ അർദ്ധത്തിലായിക്കോട്ടെ അന്തത്തിലായിക്കോട്ടെ, അത് ഒന്നാമത്തെ പാദത്തിലായിക്കോട്ടെ രണ്ടാമത്തെ പാദത്തിലായിക്കോട്ടെ, അതേപോലെ മൂന്നാമത്തെ ആയിക്കോട്ടെ നാലാമത്തെ ആയിക്കോട്ടെ, അങ്ങനെ ആവർത്തിച്ച് ഒന്നാമത്തെ ഉണ്ടെങ്കിൽ അതേപോലത്തെ ആവർത്തനം രണ്ടാമത്തേലും ഉണ്ടാവും, മൂന്നാമത്തേലാണെങ്കിൽ അതേപോലത്തെ ആവർത്തനം നാലാമത്തെ ലൈനിലും ഉണ്ടാവും. ഓക്കെ. അങ്ങനെ നോക്കൂ, ഇവിടെ ഏവാസ്തി, അതേപോലെ ഏവാസ്തി രണ്ടാമത്തെ ലൈനിലും ഉണ്ട്. പിന്നെ മഹാദയാലുഹു എന്നാണെങ്കിൽ രണ്ടാമത്തേതാണെങ്കിൽ മഹാകൃപാലുഹു അല്ലേ. ഒരേപോലെയുള്ള ഒരു പദങ്ങളുടെ ആവർത്തനം അവിടെ കാണാം നമുക്ക്. ദയാലുഹു കൃപാലുഹു. അതേപോലെ മൂന്നാമത്തെ ലൈനിൽ നോക്കൂ, വിശ്വസ്യ പാലകോസ്തി. നാലാമത്തെ ലൈനിലാണെങ്കിൽ പാപപുഞ്ചസ്യ നാശകോസ്തി. സമാനത കണ്ടില്ലേ? അസ്തി അസ്തി, പിന്നെ പാലകഃ നാശകഃ, അതുപോലെ വിശ്വസ്യ പാപപുഞ്ചസ്യ എന്നിങ്ങനെ ഒരേപോലെയുള്ള വർണ്ണങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കാണുമ്പോൾ പദങ്ങളെ എല്ലാം ഷഷ്ടി വിഭക്തിയിലും അല്ലെങ്കിൽ പ്രഥമ വിഭക്തി സമാനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് അന്ത്യാനുപ്രാസത്തിൽ ആയിരിക്കും. ഓക്കെ. പക്ഷെ ഇങ്ങനെയുള്ള അലങ്കാരങ്ങളെല്ലാം തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധന്യവാദ.